Hi everybody, AEC, English Language Skills for Commerce and Management, Semester 1st, University of Calicut. So today in this paper, we are going to discuss the chapter Noam Chomsky Full-Length Interview, Who Rules the World Now. So when we come to the chapter, it's clear that this is an interview. നോം ചോംസ്കിയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആരാണ് നോം ചോംസ്കി? അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ടീച്ചറും അതുപോലെ റൈറ്ററും തിങ്കറും ഒക്കെയാണ്. തനതായ ലാംഗ്വേജ് തിയറിയിലൊക്കെ തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നോം ചോംസ്കി. അദ്ദേഹവുമായുള്ളൊരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. See about Noam Chomsky. Noam Chomsky is a famous American teacher, writer and thinker. He was born in 1928 in the USA. 1928 USA-ലാണ് അദ്ദേഹം ജനിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്ററും തിങ്കറും ഒക്കെയാണ്. ആൻഡ് ഹി ഈസ് വെൽ നോൺ ഫോർ ഹിസ് ലാംഗ്വേജ് തിയറി ആൻഡ് ഹിസ് ബുക്ക് സിനാക്റ്റിക് സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ലാംഗ്വേജ് തിയറിയിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അതുമാത്രമല്ല സിനാക്റ്റിക് സ്ട്രക്ചേഴ്സ് 1957 ബുക്ക് ഇദ്ദേഹമാണ് എഴുതിയത്. Then he taught at MIT and later worked at the University of Arizona. So MITയിൽ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആൻഡ് ചോംസ്കി ഓഫൺ ക്രിട്ടിസൈസസ് ദ US ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് പോളിസീസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. എന്തിനെ? US ഗവൺമെൻറ്റിനെയും അവരുടെ പോളിസീനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, വിമർശിക്കുന്ന രീതിയിലുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകളും കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. About the interview. The interview was done by Cathy Newman from Channel 4 News UK on 13 May 2016. സോ 2016 മെയ് 13 ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. കാത്തി ന്യൂമാൻ ആണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ന്യൂസ് ചാനലിന് വേണ്ടിയിട്ട്. It happened just before the 2016 US elections between Donald Trump and Hillary Clinton. അപ്പോൾ ഇത് 2016 ഒരു US എലക്ഷൻ, അതായത് ഡൊണാൾഡ് ട്രംപും ഹില്ലറി ക്ലിൻ്റണും തമ്മിലുണ്ടായിരുന്നൊരു എലക്ഷൻ, ആ ഒരു എലക്ഷന് മുമ്പ് ആണ് ഈ ഒരു ഇൻ്റർവ്യൂ ഇദ്ദേഹം നൽകുന്നത് 2016. Then Chomsky talked about American politics and the world issues. നേരത്തെ പറഞ്ഞല്ലോ, ചോംസ്കി ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് അമേരിക്കൻ പൊളിറ്റിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ വേൾഡ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. US elections and society. Most of Trump's supporters were poor working class white people. അദ്ദേഹം പറയുന്നുണ്ട് ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ആരാണ്? പുവറായിട്ടുള്ള വർക്കിംഗ് ക്ലാസ് വൈറ്റ് പീപ്പിളാണ്. These people suffered from economic problems caused by unfair government policies. അതായത് അൺഫെയർ ആയിട്ടുള്ള ഗവൺമെൻറ് പോളിസി കാരണം ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കൂട്ടരാണിവർ. എ സ്മാൾ നമ്പർ ഓഫ് റിച്ച് പീപ്പിൾ ഇൻ ദ USA കൺട്രോൾ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് മണി. അപ്പോൾ പലതിൻ്റെയും അവിടെ ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാവാനുള്ള റീസൺ പലപ്പോഴും എന്ന് പറയുന്നത് ഈ രീതിയിൽ പാവപ്പെട്ട ആൾക്കാർക്കൊരു റിച്ച് ആവാൻ പറ്റാത്തതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് എ സ്മാൾ മെമ്പർ ഓഫ് റിച്ച് പീപ്പിൾ, അതായത് ധനികരായിട്ടുള്ള കുറച്ച് പേരാണ് അവിടെ ഭരിക്കുന്നത്. ദ USA കൺട്രോൾ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് മണി. അവിടുത്തെ രാജ്യത്തിൻ്റെ ക്യാഷ് പണ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ചുരുക്കം ചില പേര് മാത്രമാണ്. ചോംസ്കി സേയ്സ് ദിസ് ഈസ് അൺഫെയർ. അപ്പോൾ ഇതിനൊരു അൺഫെയർ ആയിട്ടാണ് ചോംസ്കി പറയുന്നത്. അപ്പോൾ എല്ലാവരിലും ഗുണങ്ങൾ എത്തണം. ഒരു രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തണം. ചുരുക്കം ചില സ്വാധീനമുള്ള കൈകളിലേക്ക് മാത്രം എത്തുന്ന രീതിയിലാവരുത്. ആൻഡ് ഡേഞ്ചറസ് ഫോർ ദ കൺട്രി. അങ്ങനെ ആകുമ്പോൾ അതൊരു ഡേഞ്ചറസ് ആവും ആ രാജ്യത്തിനെന്ന് പറയുകയാണ്. ദെൻ ചോംസ്കീസ് ഒപ്പീനിയൻ ഓൺ ട്രംപ് ആൻഡ് റിപ്പബ്ലിക്കൻസ്. എന്താണ് ട്രംപിനെ കുറിച്ചും റിപ്പബ്ലിക്കൻസിനെ കുറിച്ചും ചോംസ്കിയുടെ അഭിപ്രായം എന്ന് നോക്കാം. ഹി തിങ്സ് ട്രംപ്സ് പൊളിറ്റിക്സ് ആർ ഹാംഫുൾ ടു ബോത്ത് ദ USA ആൻഡ് ദ വേൾഡ്. അപ്പോൾ അദ്ദേഹം ട്രംപിന് എതിരായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഹി തിങ്സ് ട്രംപ്സ് പൊളിറ്റിക്സ് ആർ ഹാംഫുൾ. ഇപ്പോൾ ട്രംപിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെയധികം ഹാംഫുള്ളാണ്. ആർക്ക്? ടു ബോത്ത് ദ USA ആൻഡ് ദ വേൾഡ്. USAയ്ക്കും ആ രാജ്യത്തിനും അതുപോലെ തന്നെ ലോകത്തിനു വരെ ഭീഷണിയാണ് അല്ലെങ്കിൽ ഹാംഫുള്ളാണ് ട്രംപിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ പോളിസി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും രാഷ്ട്രീയ നയങ്ങളുമൊക്കെ എന്ന് പറയുകയാണ്. റിപ്പബ്ലിക്കൻസ് കെയർ മോർ എബൌട്ട് വെപ്പൺസ് ആൻഡ് വാർസ് ദാൻ റിയൽ ഗ്ലോബൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് വെപ്പൺസ് കൈകാര്യം ചെയ്യുക, വാറ് തുടങ്ങിയ മേഖലകളിലാണ്.
എന്തിനേക്കാളേറെ റിയൽ ഗ്ലോബൽ പ്രോബ്ലംസ്. ഒത്തിരി ഗ്ലോബൽ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട്. പക്ഷേ അതിലേക്കൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതെ കൂടുതൽ ശ്രദ്ധ അവർക്ക് യുദ്ധങ്ങളെക്കുറിച്ചും പടക്കോപ്പുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അത് ശേഖരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ചോംസ്കി സേയ്സ് ദർ ആർ 2 ബിഗ്ഗസ്റ്റ് ഡേഞ്ചേഴ്സ് ടു ദ വേൾഡ്. അപ്പോൾ ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ന്യൂക്ലിയർ വാറും 2 ക്ലൈമാറ്റ് ചേഞ്ചുമാണ്. ന്യൂക്ലിയർ വാർ ആൻഡ് ക്ലൈമാറ്റ് ചേഞ്ച്. ഈ ക്ലൈമാറ്റ് ചേഞ്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പരിസ്ഥിതിയിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതിനെയാണ് ക്ലൈമാറ്റ് ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. റിപ്പബ്ലിക്കൻസ് ഡിനൈ ക്ലൈമാറ്റ് ചേഞ്ച്. അപ്പോൾ പക്ഷേ ഈ റിപ്പബ്ലിക്കൻസ്, ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർട്ടി രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് ക്ലൈമാറ്റ് ചേഞ്ചിനെ കുറിച്ചൊന്നും ബോധേഡല്ല, വറീഡല്ല. ആൻഡ് അവോയ്ഡ് സ്പെൻഡിങ് മണി ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതി സംരക്ഷിക്കാൻ എന്ത് ചെയ്യാം, അതിന് ഏതൊക്കെ രീതിയിൽ നീക്കി വെക്കാം ക്യാഷ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അല്ല അവരുടെ ശ്രദ്ധ. ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിഗ് ബിസിനസ് കമ്പനീസ്. വലിയ ബിസിനസ് കമ്പനീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനൊക്കെയാണ് അവർക്ക് താല്പര്യം കൂടുതൽ. ബ്രെക്സിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടൻ ലീവിങ് ദ EU. അതായത് EU എന്ന് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ്. പണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു ബ്രിട്ടൻ. പിന്നീട് ബ്രിട്ടൻ എന്ത് ചെയ്തു? യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിൻവലിഞ്ഞു. ചോംസ്കി ഡസൻറ്റ് സപ്പോർട്ട് ബ്രെക്സിറ്റ്. അപ്പോൾ ആ ഒരു പിൻവാങ്ങലിനെ ഒരിക്കലും ചോംസ്കി അംഗീകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. ഹി സേയ്സ് ലീവിങ് ദ EU മേക്സ് യൂറോപ്പ് വീക്കർ. അപ്പോൾ ഈ EU അതിൽ നിന്നും, ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്നും അത് ബ്രിട്ടൻ അങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്പിനെ വീക്കറാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആൻഡ് ദ USA മോർ പവർഫുൾ. USA കൂടുതൽ പവർഫുള്ളാക്കി മാറ്റുകയും ചെയ്യും. ദെൻ ഹൂ റൂൾസ് ദ വേൾഡ് നൗ? ചോംസ്കി സേയ്സ് ദ USA ഈസ് സ്റ്റിൽ ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. ഈ ചാപ്റ്റർ തന്നെ ഹൂ റൂൾസ് ദ വേൾഡ് നൗ എന്ന രീതിയിലാണ്. ആരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്? USA ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. USA എന്ന് പറയുന്ന ഒരു പവർഫുൾ കൺട്രിയാണ് ഈ ലോകത്തിലെ. പവർ ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ ബട്ട് ഇൻ ബിഗ് കമ്പനീസ് ആൻഡ് റിച്ച് ബിസിനസ് ഗ്രൂപ്പ്സ്. പക്ഷേ ഈ പവർ എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിലല്ല കിട്ടുന്നത്. അത് വലിയ കമ്പനി, അതല്ലെങ്കിൽ റിച്ച് ബിസിനസ് ഗ്രൂപ്പ്സ്, അവരുടെ കയ്യിലാണ് ഈ പവർ. ദീസ് കമ്പനീസ് ഹാവ് ബ്രാഞ്ചസ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് കൺട്രോൾ ഗ്ലോബൽ പൊളിറ്റിക്സ്. ഈ കമ്പനികൾക്ക് ലോകത്തിൽ പല ഭാഗങ്ങളിലും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെ ഇവരുടെ നയങ്ങൾ, ഇവരുടെ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഗ്ലോബൽ പോളിസി ഒക്കെ, അല്ലെങ്കിൽ ഇത്തരം പൊളിറ്റിക്സുകളൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുകയാണ്. ഓർഡിനറി പീപ്പിൾ ആൾസോ ഹാവ് പവർ. ഈ സാധാരണക്കാർക്കും പവറുണ്ട്, പക്ഷേ ബട്ട് ദേ ഡോണ്ട് യൂസ് ഇറ്റ്. അവരത് ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ സാധാരണക്കാരെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്കുള്ള പവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. ദെൻ ചൈന. അദ്ദേഹം ചൈനയെക്കുറിച്ച് പറയുന്നത്, ചോംസ്കി സേയ്സ് ചൈന ഈസ് ഗ്രോയിങ് ഫാസ്റ്റ്. വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. ബട്ട് നോട്ട് യെറ്റ് എ സൂപ്പർ പവർ ലൈക്ക് ദ USA. പക്ഷേ USA പോലുള്ളൊരു സൂപ്പർ പവർ അത് ആയിട്ടില്ല. ചൈന പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ബട്ട് ഇറ്റ് സ്റ്റിൽ ബിഹൈൻഡ് ദ US ഇൻ വെൽത്ത് ആൻഡ് പവർ. സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കരുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴും ചൈന എന്ന് പറയുന്നത് US-ൻ്റെ പുറകിലാണെന്ന് പറയുകയാണ്. The USA often interferes in Asia's political issues. മാത്രമല്ല പലപ്പോഴും USA എന്ത് ചെയ്യാറുണ്ട്? ഏഷ്യൻ രാജ്യങ്ങളിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊക്കെ കടന്നു കയറാറുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ആധിപത്യം സ്ഥാപിക്കുക, ഒരു ഡൊമിനൻ്റായിട്ട് നിൽക്കുക, ഒരു പവർഫുള്ളായിട്ട് എപ്പോഴും നിൽക്കുക, ഒരു ലീഡിങ് കൺട്രി ആയിട്ട് നിൽക്കുക എന്നുള്ളത് എപ്പോഴും USA-യുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. റഷ്യയെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത് നോക്കാം. ചോംസ്കി സേയ്സ് റഷ്യാസ് ഗവൺമെൻറ് ഈസ് സ്ട്രിക്റ്റ് ആൻഡ് ഹാഷ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഹാഷാണെന്ന് അദ്ദേഹം പറയുകയാണ്. ബട്ട് ഹി ആൾസോ സേയ്സ്, പക്ഷേ അദ്ദേഹം പറയുകയാണ്, ബട്ട് ഹി ആൾസോ സേയ്സ് ദ USA ഡസ് സിമിലർ ബാഡ് തിങ്സ് ഇൻ അതർ കൺട്രീസ്. USA-യുടെ ഇടപെടൽ റഷ്യയിലുമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ USA ആൻഡ് റഷ്യ മോസ്റ്റ്ലി ഹാപ്പൻ നിയർ റഷ്യ നോട്ട് നിയർ ദ USA. USA-യും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ പലപ്പോഴും നടക്കുക എവിടെയാണ്? റഷ്യയുടെ ബോർഡറിൽ വെച്ചിട്ടാണ്, അല്ലാതെ USA-യുടെ ബോർഡറിലല്ല, USA-യുടെ പരിധിക്കുള്ളിൽ വന്ന കാര്യങ്ങളിലല്ല. അപ്പോൾ കൂടുതൽ ഹാംഫുൾ ആവുക, കൂടുതൽ ദോഷം ചെയ്യുക അത് റഷ്യയ്ക്ക് തന്നെയാണ്. ദ ഗ്രേറ്റസ്റ്റ് ടെററിസ്റ്റ് സ്റ്റേറ്റ്. ചോംസ്കി സേയ്സ് ദ USA ഈസ് ദ ബിഗ്ഗസ്റ്റ് ടെററിസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. നോക്കിയേ, അമേരിക്കയെ ഏറ്റവും വലിയ ടെററിസ്റ്റ് കൺട്രി ആയിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ദ USA അറ്റാക്സ് ആൻഡ് ഇൻവേഡ്സ് അതർ നേഷൻസ് വെനെവർ ഇറ്റ് വാണ്ട്സ്. USA മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാറുണ്ട്, ഇൻവേഡ് ചെയ്യുക, കടന്നു കയറാറുണ്ട്, അവരിൽ ആധിപത്യം സ്ഥാപിക്കാറുണ്ട് മറ്റ് രാജ്യങ്ങളിൽ. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇഫ് അനദർ കൺട്രി ലൈക്ക് ഇറാൻ ഡിഡ് ദ സെയിം ദ വേൾഡ് വുഡ് കാൾ ഇറ്റ് ടെററിസം. ഇറാനെ പോലെയുള്ളൊരു രാജ്യമാണ് അത് ചെയ്യുന്നതെങ്കിൽ ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തും. പക്ഷേ അമേരിക്ക ചെയ്യുന്ന സമയത്ത് ആരും അത് മൈൻഡ് ചെയ്യാറില്ല. സോ ബൈ ദ സെയിം റൂൾ ദ USA ആൾസോ സ്പ്രെഡ്സ് ടെററിസം. അപ്പോൾ ആ രീതിയിൽ, അതേ സെയിം രീതിയിൽ തന്നെ
അമേരിക്ക USA ടെററിസം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. ദെൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ്. ചോംസ്കി സേസ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് റിയലി ഫ്രീ. അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സും യൂണിയൻസും ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. ദേ ആർ നോട്ട് റിയലി ഫ്രീ. ഓക്കെ, അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വല്ലാത്ത രീതിയിലുള്ള മെച്ചങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. ദേ ആർ മെയ്ഡ് ടു പ്രൊട്ടക്ട് ബിഗ് കമ്പനീസ് നോട്ട് കോമൺ പീപ്പിൾ. വലിയ വലിയ കമ്പനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അവർക്ക് താല്പര്യം, ഇത്തരം ട്രേഡ് യൂണിയൻസിനും അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് സംവിധാനങ്ങൾക്കും അസോസിയേഷൻസിനും ഒക്കെ ബിഗ് കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് താല്പര്യം, അല്ലാതെ കോമൺ ആയിട്ടുള്ള സാധാരണക്കാരെ സംരക്ഷിക്കാനോ സേവ് ചെയ്യാനോ അല്ല. എക്സാമ്പിൾസായിട്ട് പറയുന്നുണ്ട് നാഫ്റ്റ, അതായത് NAFTA. അത് നോർത്തേൺ അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അത് ഈ ട്രേഡ് ഒക്കെ കുറച്ചുകൂടി ഈസിയാക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒന്നാണ്. അതുപോലെ തന്നെ TTIP, അതായത് അത് ട്രാൻസാറ്റ്ലാന്റിക് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്ന രീതിയിൽ ലക്ഷ്യം കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. അതൊക്കെ വലിയ വലിയ കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അല്ലാതെ കോമൺ പീപ്പിളിനല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ദീസ് അഗ്രിമെൻറ്റ്സ് ഹെൽപ്പ് റിച്ച് കൺട്രീസ് ആൻഡ് ഹേർട്ട് പുവർ കൺട്രീസ് ലൈക്ക് മെക്സിക്കോ. വലിയ വലിയ കൺട്രികൾക്ക് ഓക്കെ അതുകൊണ്ട് മെച്ചമുണ്ട്, പക്ഷേ പാവപ്പെട്ട രാജ്യങ്ങൾ, മെക്സിക്കോ പോലെയുള്ള പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. ബിഗ് കോർപ്പറേഷൻസ് കൺട്രോൾ ഗവൺമെൻറ്റ്സ് ആൻഡ് കെയർ ലിറ്റിൽ അബൌട്ട് പീപ്പിൾ ഓർ നേച്ചർ. വലിയ വലിയ കോർപ്പറേഷൻസ് എന്ത് ചെയ്യുകയാണ്? ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുകയാണ്, ഗവൺമെൻറ്റിനെ ഭരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ അവരൊന്നും പ്രകൃതിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. കോർപ്പറേറ്റ് പവർ. ബിഗ് കമ്പനീസ് ഹാവ് ക്ലോസ് ടൈസ് വിത്ത് മീഡിയ, ലോ ആൻഡ് ഗവൺമെൻറ്. ഇപ്പോൾ ഇത്തരം വലിയ വലിയ കമ്പനികൾക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, മീഡിയ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ നിയമം, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും ഇൻഫ്ലുവൻസും ഒക്കെ അവർക്ക് ഉണ്ട്. ദേ ക്യാൻ ഈവൻ സ്യൂ ഗവൺമെൻറ്റ്സ് ഇഫ് പ്രോഫിറ്റ്സ് ആർ റിഡ്യൂസ്ഡ്. ഗവൺമെൻറ്റ്സ് ഓഫൺ വർക്ക് ഫോർ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് നോട്ട് ഫോർ ദ പബ്ലിക്. പലപ്പോഴും ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ കോർപ്പറേറ്റ് കമ്പനികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടിമ എന്ന രീതിയിലൊക്കെ നിൽക്കുന്നു, അല്ലാതെ പബ്ലിക്കിനെ സേവ് ചെയ്യാനോ രക്ഷപ്പെടുത്താനോ അല്ല. ദ ഇഗ്നോർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ഒത്തിരി പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് ഈ ഭൂമിയിൽ, അതിനൊന്നും അവർ വകവയ്ക്കുന്നില്ല. അവരുടെ ചിന്തകളും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വേറെ പല കാര്യങ്ങളിലുമാണ്, പ്രകൃതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ മെസ്സേജ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ? ചോംസ്കി എക്സ്പോസസ് ദ ഗ്രീഡ് ആൻഡ് പവർ ഓഫ് ബിഗ് കോർപ്പറേഷൻസ്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ അത്യാർത്തിയോട് കൂടിയിട്ടുള്ള, ഗ്രീഡോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു പവർ, ആധിപത്യം, അവരുടെ ഒരു കരുത്ത് അത് തുറന്നു കാണിക്കുകയാണ് അദ്ദേഹം. He criticizes the USA for attacking other countries and ignoring global peace. അതുപോലെ തന്നെ ഈ USA മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന, അതല്ലെങ്കിൽ ഗ്ലോബൽ പീസ് അതൊക്കെ ഇഗ്നോർ ചെയ്യുന്ന ആ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന USA, അമേരിക്കയെ ക്രിട്ടിസൈസ് ചെയ്യാണ് അദ്ദേഹം. He asked people to be aware of inequality and injustice. എന്താണ് ഇനീക്വാലിറ്റി, എന്താണ് ഇൻജസ്റ്റിസ് എന്നുള്ളതൊക്കെ ആൾക്കാരിലൊരു ബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. The interview gives a strong warning about America's global control and unfair policies. അമേരിക്കയുടെ ഗ്ലോബൽ കൺട്രോൾ, അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ഒത്തിരി നയങ്ങൾ, പോളിസീസ്, അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ, സ്ട്രോങ് വാർണിംഗ് എന്നുള്ള രീതിയിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇത്. So students, hope you understood. Anyway, bye all. Thank you.